നമസ്കാരം, ഞാൻ ക്രിസ്റ്റിന ചെറിയാൻ. ലൈവ് ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നോക്കാം വിശദമായ റിപ്പോർട്ടുകൾ. തൃശൂരിലെ ആദിവാസി കോളനിയിൽ നിന്ന് ഒരാഴ്ച മുൻപ് കാണാതായ 2 കുട്ടികളുടെയും മൃതദേഹങ്ങൾ കണ്ടെത്തി. സജികുട്ടൻ, അരുൺകുമാർ എന്നിവരാണ് മരിച്ചത്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് ഇരുവരെയും കാണാതായത്. ശാസ്താംപൂവം കോളനിക്ക് സമീപത്തെ വനാതിർത്തിയിൽ നിന്നാണ് 2 മൃതദേഹങ്ങളും കണ്ടെത്തിയത്. 2 മൃതദേഹങ്ങളുടെയും കാലപ്പഴക്കത്തിൽ വ്യത്യാസമുണ്ട്. തേൻ ശേഖരിക്കുന്നതിനിടെ അരുൺകുമാർ മരത്തിനു മുകളിൽ നിന്ന് വീണെന്നാണ് നിഗമനം. അരുണിന്റെ മൃതദേഹത്തിന് സമീപത്തു നിന്ന് മീറ്ററുകൾ മാറിയാണ് സജികുട്ടന്റെ മൃതദേഹം കണ്ടെത്തിയത്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി. വിവരങ്ങളുമായി സൂരജ് സജിയാണ് ചേരുന്നത് തൃശ്ശൂരിൽ നിന്ന്. സൂരജ്, ഏറെ ദാരുണമായ സംഭവമാണ്. പക്ഷേ ഈ മൃതദേഹങ്ങൾക്ക് ഒരു കാലപ്പഴക്കമുണ്ടല്ലോ. അപ്പോൾ ഇതിൽ പോലീസ് എത്തിച്ചേരുന്ന ഒരു പ്രാഥമിക നിഗമനം എന്താണ്? ഏത് രീതിയിലായിരിക്കും ഇനി അന്വേഷണം? ക്രിസ്റ്റിന, ഏറെ പ്രതീക്ഷയോടുകൂടി ഈ കുട്ടികളുടെ ജീവനോടെ തിരിച്ചു കിട്ടുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇന്ന് 15 അംഗ ടീമായി തിരിഞ്ഞു, അതായത് 15 പേർ ഉൾപ്പെടുന്ന 7 അംഗ ടീമായി തിരിഞ്ഞുകൊണ്ട് പോലീസും വനംവകുപ്പും എല്ലാം വലിയ രീതിയിൽ ഈ ഉൾവനത്തിലടക്കം വലിയ തിരച്ചിൽ നടത്തിയത്. ഏറെ ദുഷ്കരമായ തിരച്ചിലായിരുന്നു. കാരണം കാട്ടാനയും കാട്ടുപോത്തും പുലിയും എല്ലാം വലിയ രീതിയിൽ വിഹരിക്കുന്ന ഒരു വനമേഖലയാണ്. ആ വനമേഖലയിലാണ് ഈ സംഘം തിരച്ചിൽ നടത്തിയത്. അതിനൊടുവിലാണ് ഇപ്പോൾ ഈ കുട്ടികളുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. ഇതിൽ പോലീസിന് ലഭിക്കുന്ന പ്രാഥമിക വിവരപ്രകാരം ഇങ്ങനെയാണ്. അതായത് ഈ അരുൺ തേൻ ശേഖരിക്കുന്നതിന് വേണ്ടി മരത്തിൽ കയറിയെന്നും മരത്തിൽ നിന്ന് അരുൺ വീണ് മരിക്കുകയായിരുന്നു എന്നുള്ള ഒരു നിഗമനമാണ് പോലീസിനുള്ളത്. അത് ഈ അരുണിന്റെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് ഈ ശാസ്താംപൂവം കോളനിക്ക് സമീപത്ത് തന്നെയുള്ള വനാതിർത്തിയിലാണ്. അവിടെ നിന്ന് 200 മീറ്റർ അകലെയായിക്കൊണ്ടാണ് ഇപ്പോൾ ഈ സജിയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. അത് 200 മീറ്റർ അകൽച്ച മാത്രമാണ് ഈ 2 മൃതദേഹങ്ങൾ തമ്മിലുള്ളൂ എന്നുള്ളതാണ് പറയുന്നത്. ഈ തേൻ ശേഖരിക്കുന്നതിനിടയിലാണ് അരുൺ വീണത് എന്നൊരു നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നത് ഇപ്രകാരമാണ്. ഈ മരത്തിന് മുകളിൽ തന്നെ ഒരു കയർ കെട്ടിയിട്ട നിലയിലാണ്. കാരണം ഈ തേൻ ശേഖരിക്കുന്ന സമയത്ത് അരയിൽ കെട്ടിയിരുന്ന കയറാണ് ഇതെന്നുള്ളതാണ് പോലീസിന്റെ പ്രാഥമികമായ നിഗമനം. മരത്തിൽ നിന്ന് വീണ് ഈ മരിക്കുകയായിരുന്നു അരുൺ എന്നുള്ളതും പിന്നീട് ഈ വനത്തിന് പുറത്തേക്ക് വരാൻ പറ്റാതെയാണ് ഈ സജികുട്ടൻ വനത്തിൽ തന്നെ ചിലവഴിക്കുകയുമായിരുന്നു എന്നുള്ളതും പോലീസ് വിലയിരുത്തുന്നു. കാരണം ഈ 2 മൃതദേഹങ്ങളുടെയും കാലപ്പഴക്കം എടുത്താൽ അരുണിന്റെ മൃതദേഹത്തിന് വലിയ രീതിയിലുള്ള പഴക്കമുണ്ട്. ആ മൃതദേഹം അഴുകി തുടങ്ങിയ നിലയിലാണ്. അത് നമുക്ക് അവിടെ നിന്ന് ലഭിക്കുന്ന ദൃശ്യങ്ങളിൽ തന്നെ വ്യക്തമാണ്. വലിയ രീതിയിൽ അഴുകി ഈ മൃതദേഹം തിരിച്ചറിയാൻ കഴിയാത്ത നിലയിലാണുള്ളത്. പക്ഷേ ഈ സജിയുടെ മൃതദേഹമാണെങ്കിൽ ദിവസങ്ങളുടെ പഴക്കം മാത്രമാണ് തോന്നിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ വനത്തിന് പുറത്തേക്ക് സജിക്ക് എത്താൻ പറ്റാതെ പോയതാണ് ഇത്തരമൊരു അപകടത്തിലേക്ക് നയിച്ചത്. സജിക്ക് നേരെ ഏതെങ്കിലും വന്യജീവി ആക്രമണം ഉൾപ്പെടെ ഉണ്ടായിട്ടുണ്ടോ എന്നതിനുള്ള സാധ്യതകളെല്ലാം ണ്ട്. അതായത് ചാലക്കുടി DFO ഉണ്ട്, അതോടൊപ്പം തന്നെ ചാലക്കുടി DYSP ഉണ്ട്, സബ് കളക്ടർ ഉണ്ട്. ഇവരുടെ എല്ലാവരുടെയും നേതൃത്വത്തിലാണ് ഇപ്പോൾ ഈ മൃതദേഹത്തിന്റെ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കുന്നത്. ഈ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും ഈ വനത്തിന് പുറത്തേക്ക് മൃതദേഹങ്ങൾ എത്തിക്കുക. അതിനുശേഷം ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലേക്ക് മൃതദേഹങ്ങൾ മാറ്റാനുള്ള ഒരു നടപടിയിലേക്കാണ് കടന്നിരിക്കുന്നത്. എന്തായാലും ഈ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷമായിരിക്കും എങ്ങനെയാണ് ഈ മരണത്തിലേക്ക് വഴിതെളിച്ചത് എന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തത വരികയുള്ളൂ. എന്തായാലും 2-ാം തീയതിയാണ് ഈ കുട്ടികളെ വീട്ടിൽ നിന്ന് കാണാതാകുന്നത്. ആ സമയത്ത് കുടുംബത്തിന്റെ ഭാഗത്ത് നിന്ന് വലിയ തരത്തിലുള്ള വീഴ്ച ഉണ്ടായിട്ടുണ്ട്. കാരണം ഈ കുട്ടികൾ ബന്ധുക്കളുടെ വീട്ടിൽ പോയി എന്ന് കരുതി ദിവസങ്ങളോളം ഈ കുട്ടികളെ അന്വേഷിക്കാതിരിക്കുകയായിരുന്നു. പിന്നീട് കഴിഞ്ഞ ദിവസമാണ് ഇവർ ഈ ബന്ധുവീടുകളിലെല്ലാം, തൊട്ടടുത്തുള്ള ബന്ധുവീടുകളിലെല്ലാം എത്തി ഈ കുട്ടികളെ പറ്റി തിരക്കുന്ന. ആ സമയത്ത് അവർ പറയുന്നു ഈ കുട്ടികൾ അങ്ങോട്ടേക്ക് എത്തിയിട്ടില്ല എന്ന വിവരം കൈമാറുന്നു. അങ്ങനെയാണ് ഇന്നലെ ഇവർ രാവിലെ പോലീസിന് വിവരം കൈമാറുന്നു. വെള്ളിക്കുറങ്ങര പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുന്നു. പക്ഷേ പോലീസിന്റെ ഭാഗത്ത് നിന്ന് ആ സമയം തന്നെ വലിയ രീതിയിലുള്ള ഇടപെടലുണ്ടായി. പോലീസും വനംവകുപ്പും നാട്ടുകാരും എല്ലാം ചേർന്ന് വനത്തിനകത്തെല്ലാം വലിയ രീതിയിലുള്ള തിരച്ചിൽ നടത്തി. ഈ വനത്തിനകത്തൊക്കെ ആഴ്ചകളോളം തങ്ങി ഈ കൂവയും മറ്റും ശേഖരിക്കാനെത്തുന്ന ആദിവാസി വിഭാഗത്തിൽപ്പെട്ട ആളുകളുണ്ട്. അവരോടും വാച്ചർമാരോടും എല്ലാം വിവരങ്ങൾ തിരക്കിയിരുന്നു. പക്ഷേ ഈ കുട്ടികളെ കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. പക്ഷേ ഈ കുട്ടികൾ വനത്തിലേക്ക് പ്രവേശിച്ചു എന്ന് പോലീസിന് ചെറിയ രീതിയിലെല്ലാം വിവരം ലഭിച്ചിരുന്നു. ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഇന്നലെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും സംയുക്ത യോഗം ചേർന്നുകൊണ്ടാണ് ഇത്തരത്തിലൊരു വലിയ ദൗത്യത്തിലേക്ക് ഇന്ന് രാവിലെ പോകാൻ തീരുമാനിച്ചത്. അങ്ങനെ 6:30 വനംവകുപ്പ് ഉദ്യോഗസ്ഥർ 7 സംഘങ്ങളായി, വനംവകുപ്പും പോലീസും എല്ലാം ചേർന്നുകൊണ്ട് 7 സംഘങ്ങളായി തിരിഞ്ഞ് ഈ വനത്തിനകത്ത് ആകെ തിരച്ചിൽ നടത്തി. ആ തിരച്ചിലിനൊടുവിലാണ് ഇപ്പോൾ ഈ 2 പേരുടെയും മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത്. ക്രിസ്റ്റീന. സൂരജ്, അതുപോലെ ഈ ഇൻക്വസ്റ്റ് നടപടികൾ എപ്പോൾ പൂർത്തിയാകും? അതിനുശേഷം പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്നുണ്ടാകുമോ അതോ അത് നാളത്തേക്ക് മാറ്റിവെക്കുമോ? അത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ ലഭ്യമാണോ? ഇൻക്വസ്റ്റ് നടപടികൾ എന്തായാലും കുറച്ച് സമയം കൂടി എടുക്കും. കാരണം ഈ ഫോറൻസിക് സർജൻ ഉൾപ്പെടെയുള്ളവർ ഈ പ്രദേശത്തേക്ക് എത്തേണ്ടതുണ്ട്. അവരുടെ കൂടി സഹായം നിലവിൽ പോലീസ് തേടിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഫോറൻസിക് സർജൻ ഉൾപ്പെടെ എത്തി ഈ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷം മാത്രം, അതായത് വൈകുന്നേരത്തോടു കൂടി മാത്രമേ ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് പോലീസിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. അതിനുശേഷം മൃതദേഹം ചാലക്കുടിയിലേക്ക് മാറ്റും. ഇന്ന് മോർച്ചറിയിൽ സൂക്ഷിച്ചതിന് ശേഷം നാളെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കിയ ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകുക എന്നുള്ള ഒരു നടപടിയിലേക്കാണ് കടക്കുക. എന്തായാലും MLA അടക്കമുള്ളവർ
ഉൾപ്പെടെയുള്ളവർ ഇന്നലെ ഈ മേഖലയിൽ എത്തിയിരുന്നു. ഈ മേഖലയിലും ഇന്നും MLA ഉൾപ്പെടെ ഉള്ളവർ എത്തിയിരുന്നു. ഇവരുടെ എല്ലാം നേതൃത്വത്തിലായിരുന്നു ഈ തുടർച്ചയായ ഒരു ദൗത്യത്തിലേക്ക് പോയത്. പക്ഷെ അപ്പോഴും ഈ പോലീസും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും പ്രദേശവാസികളും എല്ലാം കരുതിയത് ഈ കുട്ടികൾ വനത്തിൽ വനത്തിൽ കാണാതായ കുട്ടികളുടെ മൃതദേഹം കണ്ടെത്തി. മൃതദേഹങ്ങൾക്ക് ദിവസങ്ങളുടെ കാലപ്പഴക്കമുണ്ട്. 2 മൃതദേഹങ്ങളുടെ കാലപ്പഴക്കത്തിൽ വ്യത്യാസമുണ്ട്. വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു സൂരജ് സജി. സൂരജ്, തുടരാം. ഏതാ ശരി, എന്തായാലും കൂടുതൽ വിശദാംശങ്ങളുമായി സൂരജ് സജി വരുന്ന ബുള്ളറ്റിനുകളിൽ ചേരുന്നതാണ് തൃശ്ശൂരിൽ നിന്ന്. പൂക്കോട് വെറ്റിനറി കോളേജ് വിദ്യാർത്ഥി സിദ്ധാർത്ഥന്റെ മരണം CBI അന്വേഷിക്കും. CBI അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം മുഖ്യമന്ത്രിയെ കണ്ടതിന് പിന്നാലെയാണ് സർക്കാർ തീരുമാനം. കുടുംബത്തിന്റെ ആവശ്യം അംഗീകരിക്കുമെന്ന് മുഖ്യമന്ത്രി സിദ്ധാർത്ഥന്റെ കുടുംബത്തെ അറിയിച്ചിരുന്നു. സർക്കാർ തീരുമാനം പ്രഖ്യാപിച്ചതിന് പിന്നാലെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ കോൺഗ്രസ് നേതാക്കൾ നടത്തിവന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചു. വിവരങ്ങളുമായി അലക്സ് റാം മുഹമ്മദാണ് ചേരുന്നത് തിരുവനന്തപുരത്ത് നിന്ന്. അലക്സ്, CBI അന്വേഷണം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഉത്തരവ് ഇറങ്ങിയെന്നാണ് മനസ്സിലാക്കുന്നത്. ഇനി എന്തായിരിക്കും നടപടികൾ? കൃഷ്ണ, പൂക്കോട് വെറ്ററിനറി ക്യാമ്പസിൽ ഒരു 2ാം വർഷ ബിരുദ വിദ്യാർത്ഥി ആൾക്കൂട്ട വിചാരണയ്ക്ക് ഇരയാകുന്നതും അതുപോലെ ക്രൂരമായ മർദ്ദനത്തിന് ഇരയാകുന്നതും അതിനെ തുടർന്ന് അദ്ദേഹം മരിച്ചതുമായ സംഭവം കേരളീയ പൊതുസമൂഹം വലിയ രീതിയിൽ ചർച്ച ചെയ്ത ഒരു വിഷയമാണ്. ആ വിഷയത്തിൽ സർക്കാരിനെതിരെയും പോലീസിനെതിരെയും വലിയ ജനവികാരം ഉയർന്നു വരികയും ചെയ്തു. പ്രതിപക്ഷം ആ വിഷയം രാഷ്ട്രീയമായി തന്നെ ഏറ്റെടുക്കുകയും ചെയ്തു. പ്രതിപക്ഷം അങ്ങനെ യൂത്ത് കോൺഗ്രസും അതുപോലെ മഹിളാ കോൺഗ്രസും KSUവും സംയുക്തമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിരാഹാര സമരം ആരംഭിക്കുകയും ചെയ്തു. ആദ്യാവസാനം വരെ സിദ്ധാർത്ഥൻ്റെ പിതാവ് ജയപ്രകാശ് പറയുന്നത് ഈ കേസിൽ കൂടുതൽ പ്രതികളുണ്ട്, ആ പ്രതികളെ രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ് പോലീസ് സ്വീകരിക്കുന്നത്. പോലീസിൻ്റെ അന്വേഷണത്തിൽ തൃപ്തിയില്ല. പക്ഷേ പോലീസ് അന്വേഷണത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ പോലും എല്ലാ പ്രതികളിലേക്കും എത്തുന്നതിൽ പോലീസിനെ വിലക്കുന്ന പല ഘടകങ്ങളുണ്ട്. പിടിയിലാകാത്ത പ്രതികളെ ഉന്നതർ സംരക്ഷിക്കുകയാണ്, നേതാക്കൾ സംരക്ഷിക്കുകയാണ് തുടങ്ങിയ കാര്യങ്ങൾ അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞിരുന്നൊരു കാര്യമാണ്. അദ്ദേഹം തന്നെ അല്ലെങ്കിൽ കുടുംബം തന്നെ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട ആവശ്യം. അതിനാൽ ഈ പോലീസ് അന്വേഷണത്തിൽ നിന്നത് CBI അന്വേഷിക്കണം ആ കേസ് എന്നുള്ളതാണ്. പ്രതിപക്ഷവും സമാനമായ ആവശ്യം ഉന്നയിച്ചായിരുന്നു സമരരംഗത്തുണ്ടായിരുന്നത്. മുഖ്യമന്ത്രി ഈ വീട്ടിലേക്ക് എത്തിയവരെ ആശ്വസിപ്പിക്കാൻ തയ്യാറായില്ല എന്ന വിമർശനം പോലും പ്രതിപക്ഷം പല ഘട്ടങ്ങളിലായി ഉയർത്തിയിരുന്നു. ഇന്നെന്താണെങ്കിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ചേംബറിലേക്ക് സിദ്ധാർത്ഥൻ്റെ കുടുംബം, അദ്ദേഹത്തിൻ്റെ പിതാവടക്കം എത്തി ഈ വിഷയം അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകി. അതിനുശേഷം അദ്ദേഹം പുറത്തിറങ്ങിയ സിദ്ധാർത്ഥൻ്റെ പിതാവ് ജയപ്രകാശ് പറഞ്ഞത് മുഖ്യമന്ത്രിയിൽ നിന്ന് അനുകൂല നിലപാടുണ്ടായി. അദ്ദേഹം ഈ കേസ് CBIക്ക് നൽകുമെന്ന ഉറപ്പ് മുഖ്യമന്ത്രിയിൽ നിന്ന് ലഭിച്ചുവെന്ന് മാധ്യമങ്ങളോട് പറഞ്ഞു. അതിന് മിനിറ്റുകൾക്ക് ശേഷം മുഖ്യമന്ത്രിയുടെ ഓഫീസ് തന്നെ ഔദ്യോഗികമായി ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ പ്രതികരണം ഇങ്ങനെയാണ്: കുടുംബത്തിൻ്റെ വികാരം മാനിച്ച് ഈ കേസ് അന്വേഷണം CBIക്ക് വിടുന്നു എന്നുള്ളതാണ്. അത് ഈ CBIക്ക് വിട്ടതുമായി ബന്ധപ്പെട്ട ഉത്തരവ് ഒരുപക്ഷെ ഏറ്റവും അടുത്ത മണിക്കൂറുകൾ തന്നെ പുറത്തിറങ്ങും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ മുഖ്യമന്ത്രി വിശദീകരിക്കുന്ന ഒരു കാര്യമുണ്ട്. ഈ കേസിൽ സമഗ്രമായ പോലീസ് അന്വേഷണം നടക്കുകയാണ്. എല്ലാ കുറ്റവാളികളെയും എല്ലാ പ്രതികളെയും ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് പോലീസ് പിടികൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നത്. കുറ്റമറ്റതും നീതിയുക്തവുമായ അന്വേഷണമാണ് ഈ വിഷയത്തിൽ നടന്നത്. പക്ഷേ കുടുംബം CBI അന്വേഷണം ആവശ്യപ്പെടുന്നു. അതിനാൽ കുടുംബത്തിൻ്റെ വികാരം മാനിക്കുന്നു. സർക്കാർ അത് മുഖവിലക്കെടുക്കുന്നു. ഈ കേസ് CBI അന്വേഷിക്കും എന്ന ഉറപ്പ് സർക്കാർ കുടുംബത്തിന് നൽകിയെന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഔദ്യോഗികമായി അറിയിക്കുകയും ചെയ്തു. അതിനു പിന്നാലെ ഈ സമരം അതായത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിവന്ന സമരം അവസാനിപ്പിക്കുന്നതായി പ്രതിപക്ഷ നേതാവ് VD സതീശൻ തന്നെ വ്യക്തമാക്കി. രൂക്ഷമായ ഭാഷയിലാണ് അദ്ദേഹം സർക്കാരിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെയും വിമർശനം ഉന്നയിച്ചത്. മുഖ്യമന്ത്രി ഈ തീരുമാനത്തിൽ നിന്ന് പിന്നാക്കം പോയാൽ സമരം കടുപ്പിക്കും, പ്രക്ഷോഭം കടുപ്പിക്കും എന്നൊരു മുന്നറിയിപ്പും പ്രതിപക്ഷം നൽകിയിട്ടുണ്ട്. ക്രിസ്റ്റീന. ശരി, തിരുവനന്തപുരത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അലക്സ് റാം മുഹമ്മദ്. പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ ഡീനിനെതിരെ ഗുരുതര വെളിപ്പെടുത്തലുമായി വിദ്യാർത്ഥികൾ. കോളേജിൽ നടന്ന കാര്യങ്ങൾ പുറത്തു പറയരുതെന്ന് ഡീനും അസിസ്റ്റന്റ് വാർഡനും ആവശ്യപ്പെട്ടെന്ന് ആന്റി റാഗിംഗ് സ്ക്വാഡിന് വിദ്യാർത്ഥികൾ മൊഴി നൽകി. ആന്റി റാഗിംഗ് സെൽ UGCക്ക് നൽകിയ റിപ്പോർട്ടിലാണ് നിർണായക കണ്ടെത്തലുകളുള്ളത്. അതേസമയം കേസിൽ 2 വിദ്യാർത്ഥികളെ കൂടി അറസ്റ്റ് ചെയ്തു. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് MG പ്രതീഷ് ചേരുകയാണ്. പ്രതീക്ഷ, ഈ ആന്റി റാഗിംഗ് സെല്ലിന്റെ റിപ്പോർട്ടിൽ വളരെ ഞെട്ടിക്കുന്ന പല വെളിപ്പെടുത്തലുകളുമുണ്ട്. അതോടൊപ്പം തന്നെ ഇതുവരെ തുറന്നു പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും വിദ്യാർത്ഥികൾ പറഞ്ഞു എന്നാണ് മനസ്സിലാക്കുന്നത്. അവിടെ നടന്ന ഒരു സംഭവത്തെക്കുറിച്ച് അവർ എന്താണ് പറയുന്നത്? അതേപോലെ തന്നെ ഇനിയിപ്പോൾ 2 പേർ കൂടി അറസ്റ്റിലായിട്ടുണ്ടല്ലോ.
ക്രിസ്റ്റീന, സിദ്ധാർത്ഥിന്റെ മരണത്തിൽ തുടക്കം മുതൽ ആ ക്യാമ്പസിലെ വിദ്യാർത്ഥികളും അധ്യാപകരും പല കാര്യങ്ങളും വീട്ടുകാരിൽ നിന്ന് മറച്ചു വച്ചിരുന്നു. ഇതാണ് ഈ കേസിൽ ഇത്രത്തോളം ദുരൂഹത ഉണ്ടാക്കാനുള്ള അല്ലെങ്കിൽ ദുരൂഹതയ്ക്ക് ഇടയാക്കാനുള്ള കാരണവും അത് തന്നെയാണ്. ഈ ആന്റി റാഗിംഗ് സ്ക്വാഡ് നടത്തിയ പരിശോധനയിലും അന്വേഷണത്തിലും ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് പുറത്തു വന്നിരിക്കുന്നത്. കാരണം ഇതിൽ പ്രധാനമായും പറയുന്നത് ഭൂരിഭാഗം വിദ്യാർത്ഥികളും ഈ പോലീസിനോടുമൊപ്പം ആന്റി റാഗിംഗ് കമ്മിറ്റിയോടും അടക്കം പല കാര്യങ്ങളും തുറന്നു പറയാൻ മടിച്ചു എന്നതാണ് ഈ റിപ്പോർട്ടിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. മറ്റൊന്ന്, ഈ സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഹോസ്റ്റലിൽ നടന്ന കാര്യങ്ങൾ പുറത്ത് പറയാതിരിക്കാൻ ഡീനും അസിസ്റ്റന്റ് വാർഡനും ആവശ്യപ്പെട്ടുവെന്ന് വിദ്യാർത്ഥി മൊഴി നൽകിയിട്ടുണ്ട്. പോലീസിനടക്കം മൊഴി നൽകുന്ന വേളയിൽ അധ്യാപകർ അല്ലെങ്കിൽ കോളേജ് അധികൃതർ ഒപ്പമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ സത്യസന്ധമായി മൊഴി നൽകാൻ കഴിഞ്ഞില്ല, തങ്ങൾക്ക് ഭയമായിരുന്നുവെന്നും വിദ്യാർത്ഥികൾ പറയുന്നുണ്ട്. ഈ ഡീനിന്റെയും അസിസ്റ്റന്റ് വാർഡന്റെയും ഈ കേസിലെ ഇടപെടൽ സംബന്ധിച്ച് തുടക്കം മുതൽ കുടുംബം വലിയ ആരോപണങ്ങൾ ഉന്നയിച്ചതാണ്. ഇരുവരെയും ഈ കേസിൽ പ്രതി ചേർക്കണമെന്നും മറ്റു പ്രതികൾക്കെതിരെ കൊലക്കുറ്റമടക്കം ചുമത്തണമെന്നുമായിരുന്നു കുടുംബത്തിന്റെ പ്രധാനപ്പെട്ട ആവശ്യം. ആ ആവശ്യം പാലിക്കാതെ വന്നതോടെയാണ് പിന്നീട് CBI അന്വേഷണം ആവശ്യപ്പെട്ടതും ഇനി ഇപ്പോൾ CBI അന്വേഷണത്തിലേക്ക് ഈ കേസ് പോകുന്നതും. പക്ഷേ ആ ക്യാമ്പസിൽ ഈ ഇത്തരത്തിൽ റാഗിംഗ് നടപടികൾ നേരത്തെയും നടന്നു എന്നത് ഉൾപ്പെടെയുള്ള വിവരങ്ങളാണ് ഇന്ന് പുറത്തു വന്ന അല്ലെങ്കിൽ 24 പുറത്തുവിട്ട ഈ റിപ്പോർട്ടിലൂടെ വരുന്നത്. 2019-ലും 2021-ലും സമാനമായ റാഗിംഗ് സംഭവങ്ങൾ പൂക്കോട് വെറ്റിനറി കോളേജിൽ നടന്നിട്ടുണ്ട്. അതിൽ ഒരു വിദ്യാർത്ഥി 2 ആഴ്ചയോളം ആ ക്ലാസ്സിൽ നിന്ന് മിസ്സിംഗ് ആയിരുന്നുവെന്ന് ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ആ വിദ്യാർത്ഥിക്ക് എന്താണ് സംഭവിച്ചതെന്ന കാര്യം ആ വിദ്യാർത്ഥി പോലും വെളിപ്പെടുത്താൻ തയ്യാറായിട്ടില്ല എന്ന് ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ആന്റി റാഗിംഗ് സ്ക്വാഡ് ഹിയറിംഗ് നടക്കുന്ന വേളകളിൽ ഏറ്റവും കൂടുതൽ ആൺകുട്ടികളാണ് മൊഴി നൽകാൻ എത്തിയത്. വിദ്യാർത്ഥിനികളും ഒപ്പം അധ്യാപകരും മറ്റ് സ്റ്റാഫുകളും അടക്കം ഈ മൊഴി നൽകുന്നതിൽ നിന്ന് വിട്ടുനിന്നു. അല്ലെങ്കിൽ വളരെ കുറച്ച് പേർ മാത്രമാണ് ഈ ആന്റി റാഗിംഗ് സ്ക്വാഡിന് മുന്നിൽ മൊഴി നൽകിയത്. അത് പല കാര്യങ്ങൾ മറച്ചു വയ്ക്കാനുള്ള ഒരു കാരണമായി രക്ഷിതാക്കളടക്കം സിദ്ധാർത്ഥിന്റെ കുടുംബമടക്കം പറയുന്നുണ്ട്. പിന്നെ ചില ശുപാർശകൾ കൂടി ആന്റി റാഗിംഗ് സ്ക്വാഡ് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഈ ക്യാമ്പസിൽ വിദ്യാർത്ഥി രാഷ്ട്രീയം അല്ലെങ്കിൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും നിരോധിക്കണമെന്നൊരു ശുപാർശ കൂടി ഈ റിപ്പോർട്ടിലുണ്ട്. മറ്റൊന്ന്, ഈ അക്കാഡമിക് നിലവാരത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം യൂണിയൻ ഭാരവാഹികളെയും ക്ലാസ് റെപ്രസെന്റേറ്റീവുകളെയും തിരഞ്ഞെടുക്കാനെന്നുള്ള ശുപാർശ കൂടി എന്തായാലും ഈ റിപ്പോർട്ട് മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. വളരെ ഗുരുതരമായ വെളിപ്പെടുത്തലുകളാണ് വൈകിയെങ്കിലും വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിരിക്കുന്നത്. മറ്റൊന്ന്, ഈ കേസിൽ നിലവിൽ 18 പേരായിരുന്നു പ്രതികളായി ഉണ്ടായിരുന്നത്. ഇന്ന് 2 പ്രതികളെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ കേസിൽ 20 പേരാണ് പ്രതിപ്പട്ടികയിലുള്ളത്. എന്തായാലും കേസ് CBIക്ക് വിടുന്നതോടെ തന്റെ മകന് നീതി കിട്ടുമെന്നൊരു വിശ്വാസമാണ് സിദ്ധാർത്ഥന്റെ കുടുംബവും പ്രകടിപ്പിക്കുന്നത്. ക്രിസ്റ്റീന, ലൈവ് ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. കൊല്ലം ഓടനാവട്ടം വാപ്പാലയിൽ റേഷൻ വ്യാപാരിയെ കടയിൽ കയറി തെരുവുനായ ആക്രമിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ പുറത്ത്. കഴിഞ്ഞ മാസം 26-നായിരുന്നു സംഭവം. ഓടനാവട്ടം സ്വദേശി ബിജുവിനെയാണ് തെരുവുനായ ആക്രമിച്ചത്. വിവരങ്ങളുമായി അരുൺരാജ് ചേരുകയാണ് കൊല്ലത്ത് നിന്ന്. അരുൺ, സാധാരണഗതിയിൽ ഈ റോഡിലൂടെയൊക്കെ നടക്കുമ്പോഴാണ് തെരുവുനായ ആക്രമണം ഉണ്ടാകുന്നത്. ഇങ്ങനെ വീടിനുള്ളിലോ കടയിലോ ഒക്കെ കയറി ആക്രമിക്കുന്ന സംഭവങ്ങൾ കുറവാണ്. അത് മാത്രവുമല്ല, ഇത് കഴിഞ്ഞ മാസം 26-ന് നടന്ന സംഭവമാണ്. അതെന്തുകൊണ്ടാണ് റിപ്പോർട്ട് ചെയ്യപ്പെടാൻ താമസം വന്നത്? ക്രിസ്റ്റീന, ഇപ്പോഴാണ് ഇതിൻ്റെ CCTV ദൃശ്യങ്ങൾ ഈ പുറത്തേക്ക് എത്തുന്നത്. കാരണം കഴിഞ്ഞ മാസം 26-നാണ് ഈ ഓടനാവട്ടത്തുള്ള വാപ്പാലയിലുള്ള ഈ റേഷൻ കടയിലേക്ക് ഒരു തെരുവുനായ ഓടിയെത്തുകയും ഈ തെരുവുനായ റേഷൻ കടയിലുണ്ടായിരുന്ന ബിജുവിനെ കടിക്കുകയും ചെയ്യുന്നത്. തുടർന്ന് ഈ നാട്ടുകാർ ഈ തെരുവുനായയെ ആക്രമിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരം. എന്തായാലും ഈ ദൃശ്യങ്ങൾ അല്പസമയം മുമ്പാണ് സാമൂഹ്യ മാധ്യമങ്ങൾ വഴി പുറത്തേക്ക് ലഭിക്കുകയും ചെയ്തത്. എന്തായാലും തെരുവുനായ ശല്യം ജില്ലയിലെമ്പാടും വർദ്ധിക്കുന്ന സാഹചര്യമുണ്ട് എന്ന് നേരത്തെ തന്നെ നമ്മൾ തന്നെ റിപ്പോർട്ട് ചെയ്തതാണ്. വന്ധീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ പോലും തെരുവുനായ ശല്യം വലിയ തോതിൽ ഈ തെരുവുകളിലടക്കം കൂടുന്നു എന്നുള്ളതാണ്. പക്ഷേ ഈ കടയ്ക്കുള്ളിലേക്കും വീട്ടിനുള്ളിലേക്കും കയറി ആക്രമിക്കുന്ന സാഹചര്യം പോലും ഇപ്പോഴുണ്ടാകുന്നു എന്നുള്ളതാണ് ഈ ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത്. ശരി, അരുൺരാജാണ് കൊല്ലത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ വരുന്ന ഒരു വാർത്തയുണ്ട്. ACC വക്താവ് ഷമാ മുഹമ്മദ് ഒരു പ്രതികരണം നടത്തിയിരിക്കുന്നു. അത് കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം വരുന്ന ഒരു പ്രതികരണമാണ്. കഴിഞ്ഞ തവണ വനിതകൾക്കും ന്യൂനപക്ഷങ്ങൾക്കും കൂടുതൽ പ്രാതിനിധ്യമുണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ വനിതകളുടെ എണ്ണം കുറഞ്ഞു. കഴിഞ്ഞ തവണ 2 വനിതകൾക്കെങ്കിലും അവസരം ലഭിച്ചിരുന്നു. ഇത്തവണ അത് 1 കുറഞ്ഞു എന്ന രീതിയിൽ ഒരു അതൃപ്തി ഷമാ മുഹമ്മദ് പ്രകടിപ്പിച്ചിട്ടുണ്ട്.
മറ്റൊരു വാർത്തയിലേക്ക്. പാലക്കാട് ക്ഷേത്രത്തിലെ കനൽച്ചാട്ട വഴിപാടിനിടെ തീക്കൂനയിലേക്ക് വീണ വിദ്യാർത്ഥിക്ക് പരിക്കേറ്റതിൽ ആലത്തൂർ പോലീസ് കേസെടുത്തു. ബാലാവകാശ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ് നടപടി. കുട്ടിയെ കോയമ്പത്തൂരിലെ ആശുപത്രിയിലേക്ക് മാറ്റി. കുട്ടിക്ക് കൗൺസിലിംഗും സംരക്ഷണവും ഉറപ്പാക്കുമെന്ന് CWC അറിയിച്ചു. രക്ഷിതാക്കളുടെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായോ എന്നതിൽ ബാലാവകാശ കമ്മീഷൻ അന്വേഷണം തുടങ്ങി. വിവരങ്ങളുമായി നിഖിൽ പ്രമേശ് ചേരുകയാണ് പാലക്കാട് നിന്ന്. നിഖിൽ, ബാലാവകാശ കമ്മീഷൻ ഇക്കാര്യത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് അന്വേഷണ വിധേയമാക്കുക? പ്രത്യേകിച്ച് കുട്ടിക്ക് കൗൺസിലിംഗ് കൊടുക്കണം. കുട്ടിയുടെ ആരോഗ്യനില ഇപ്പോൾ ഏത് രീതിയിലാണ്? കൃഷ്ണ, ഈ ദൃശ്യങ്ങൾ തന്നെയാണ് ബാലാവകാശ കമ്മീഷൻ പ്രധാനമായും പരിശോധിച്ചത്. കാരണം ആ ദൃശ്യങ്ങളിൽ വളരെ വ്യക്തമാണ്, ആ കുട്ടി ഓടി വരുന്നതിനിടെ, അതായത് ഒരുപാടധികം പേർ ഈ വഴിപാടിൽ പങ്കെടുക്കുന്നുണ്ട്, ഓടി വരുന്നതിനിടെ ആ കുട്ടി ചില വിമുഖത കാണിക്കുന്നുണ്ട്. അപ്പോൾ പുറകിലുണ്ടായിരുന്നയാൾ, ആ കുട്ടിയുടെ രക്ഷിതാവ് തന്നെയാണ്, ആ രക്ഷിതാവിനൊപ്പമാണ് ഓടുന്നത്. അതിനിടെയാണ് ഈ കുട്ടി വീണു പോകുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. ഇത് പാലക്കാട് വിവിധ മേഖലകളിൽ, മാരിയമ്മൻ ക്ഷേത്രങ്ങളിലൊക്കെ വർഷങ്ങളായി നടന്നു വരുന്ന ഒരു നേർച്ചയാണ് ഈ കനൽച്ചാട്ടം. അത് നടത്തുന്നതിനിടയിലാണ് ഈ കുട്ടി വീഴുന്നത്, ഈ കനലിൽ വീഴുന്ന സാഹചര്യം ഉണ്ടാകുന്നത്, ഈ കുഞ്ഞിനെ പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ബാലാവകാശ കമ്മീഷൻ ആലത്തൂർ പോലീസിന് നിർദ്ദേശം നൽകുകയും ആലത്തൂർ പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുകയുമാണ് ഈ സംഭവത്തിൽ. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കുട്ടിയുടെയും ബന്ധുക്കളുടെയും വിശദമായ മൊഴി പോലീസ് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. കോയമ്പത്തൂർ സ്വദേശിയാണ് ഈ കുട്ടി. അവരിപ്പോൾ കോയമ്പത്തൂരിലേക്ക് തന്നെ പോയിരിക്കുകയാണ്. അവിടുത്തെ ഒരു ആശുപത്രിയിലാണ് കുട്ടിക്ക് ചികിത്സ നൽകിക്കൊണ്ടിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ നെന്മാറയിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ഈ സംഭവത്തിൽ രക്ഷിതാക്കളുടെ ഭാഗത്ത് പിഴവുണ്ടായോടൊപ്പം തന്നെ ഈ ക്ഷേത്ര ഭാരവാഹികളുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ അന്വേഷണ വിധേയമാക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ക്ഷേത്രമായി അടുപ്പമുള്ള ആളുകൾ പറയുന്നത് ഇത് വർഷങ്ങളായി നടക്കുന്ന ഒരു ചടങ്ങാണ്. നേരത്തെ ഈ കുട്ടി തന്നെ ആ ചടങ്ങിൽ പങ്കെടുത്തിട്ടുമുണ്ട്. ഇതിപ്പോൾ ഒരു ഒറ്റപ്പെട്ട സംഭവമായി മാത്രം അതിനെ കാണണം എന്നുള്ളതാണ് പൊതുവിൽ ലഭിക്കുന്ന വിശദീകരണം. എന്തായാലും ആ കുഞ്ഞിനുണ്ടായിട്ടുള്ള വേദന എന്നുള്ളത് നമുക്ക് വിവരിക്കാനാകാത്തതാണ്. നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ കഴിയും. ആ തീയിലേക്ക് നേരിട്ടാണ് ആ കുഞ്ഞ് പതിക്കുന്നത്. സ്വാഭാവികമായിട്ടും വലിയ രീതിയിലുള്ള പ്രയാസം ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ ഇപ്പോൾ ബാലാവകാശ കമ്മീഷൻ ഇടപെട്ടിരിക്കുന്നു. ആ കുട്ടിക്ക് ആവശ്യമാണെങ്കിൽ കൗൺസിലിംഗും സംരക്ഷണവും നൽകുന്ന കാര്യത്തിൽ CWC ഉണ്ടാകുമെന്നാണ് അതിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികൾ അറിയിക്കുന്നത്. കൃഷ്ണ, ശരി. പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു നിഖിൽ പ്രമേശ്. UDF സ്ഥാനാർത്ഥി കെ മുരളീധരന് തൃശൂരിൽ വൻ സ്വീകരണം ഒരുക്കി കോൺഗ്രസ് പ്രവർത്തകർ. പിതാവ് കെ കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിലെത്തി പുഷ്പാർച്ചന നടത്തി. തൃശൂരിൽ നിന്ന് സൂരജ് സജ്ജി ചേരുകയാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി. സൂരജ്, കെ മുരളീധരന് വലിയ സ്വീകരണമാണ് തൃശൂർ നൽകിയത്. കെ കരുണാകരനുമായുള്ള ഒരു ആത്മബന്ധമുള്ള നാടാണ്. അതുകൊണ്ട് തന്നെ നാട്ടുകാരുടെ സ്വീകരണം എങ്ങനെയായിരുന്നു? ഏത് രീതിയിലാണ് ഇനി തെരഞ്ഞെടുപ്പ് പ്രചാരണ യോഗം എന്നതിനെക്കുറിച്ചൊരു തുടക്കമെന്ന നിലയിൽ എന്ത് പറയാം? ക്രിസ്ത്യൻ, എന്തായാലും വലിയ ആവേശകരമായ സ്വീകരണം അത് തന്നെയാണ് ഈ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായത്. ഇന്ന് റെയിൽവേ സ്റ്റേഷനിൽ 12 മണിക്ക് എത്തിയതിനു ശേഷം DCC വരെ വലിയ റോഡ് ഷോയായാണ് ഇവർ എത്തിയത്. എന്തായാലും ഈ റോഡ് ഷോയിൽ ഉടനീളം 100 കണക്കിന് പ്രവർത്തകരാണ് അണിചേർന്നത്. വലിയ വെയിലുണ്ടായിരുന്നു. കനത്ത വെയിലായിട്ട് പോലും പ്രവർത്തക പങ്കാളിത്തം കൊണ്ട് ഈ റോഡ് ഷോ ശ്രദ്ധേയമായി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ ലീഡർ കെ കരുണാകരനെ ഉപമിച്ചുകൊണ്ട് തന്നെയാണ് കെ മുരളീധരനെയും കാണുന്നത്. കണ്ണേ കരളെ ലീഡറെ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് പ്രവർത്തകർ വലിയ ആവേശത്തോടു കൂടി കെ മുരളീധരനെ സ്വീകരിക്കുന്ന കാഴ്ചയാണ് കണ്ടത്. എന്തായാലും DCCയിൽ ഈ റോഡ് ഷോ അവസാനിച്ചു. തൊട്ടു പിന്നാലെ അദ്ദേഹത്തിന്റെ ബാല്യകാലം എല്ലാം ചിലവഴിച്ച മുരളി മന്ദിരത്തിലെത്തി അച്ഛന്റെയും അമ്മയുടെയും സ്മൃതി കുടീരത്തിന് മുന്നിൽ പുഷ്പാർച്ചന നടത്തിക്കൊണ്ടാണ് ഈ ഔദ്യോഗികമായി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ചത്. അതിനുശേഷം അദ്ദേഹം BJPക്കെതിരെ രൂക്ഷ വിമർശനവും നടത്തുകയുണ്ടായി. അദ്ദേഹം പറഞ്ഞത്, അതായത് BJPക്കുള്ള തിരിച്ചടിയായിരിക്കും തൃശ്ശൂരിലെ തന്റെ വിജയം, അതുപോലെ തന്നെ സഹോദരിക്കും ഈ വിജയം തിരിച്ചടിയാകും എന്ന തരത്തിൽ വലിയ വിമർശനം പത്മജയ്ക്കും അതോടൊപ്പം തന്നെ BJPക്കുമെതിരെ ഉയർത്തിയിട്ടുണ്ട്. എന്തായാലും ഈ കെ മുരളീധരന്റെ വരവും അതോടൊപ്പം തന്നെയുള്ള കോൺഗ്രസിന്റെ പ്രചരണവും എല്ലാം വലിയ രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. അതേസമയം ഇടത് ക്യാമ്പും BJP ക്യാമ്പും അതിനനുസരിച്ച് മറുതന്ത്രങ്ങൾ പയറ്റാനുള്ള ശ്രമത്തിലാണ്. എന്തായാലും LDFന്റെ തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾക്കും ഇന്ന് തുടക്കമാകും. LDFന്റെ ജില്ലാ തലത്തിലുള്ള തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ വൈകുന്നേരം 5 മണിയോടുകൂടി ഇന്ന് തേക്കിൻകാട് മൈതാനത്തിൽ നടക്കും. ക്രിസ്റ്റീന, ശരി. സൂരജ് സജ്ജിയാണ് തൃശ്ശൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. 2 പുതിയ വാർത്തകൾ കൂടി വരുന്നുണ്ട്. ഹിമാചൽ പ്രതിസന്ധിയിൽ വിമതരെ ഉത്തരാഖണ്ഡിലേക്ക് മാറ്റി. ഋഷികേശിലെ ഹോട്ടലിലാണ് BJP സ്വതന്ത്ര MLA-മാരും ഉള്ളത് വിമതർക്കൊപ്പം എന്നുള്ള വാർത്തയാണ് ലഭിക്കുന്നത്. വിമതർക്കെതിരെ മുഖ്യമന്ത്രി സുഖ്വീന്ദർ സുഖു നിലപാട് മയപ്പെടുത്തിയതിന് പിന്നാലെയാണ് ഈ വിമതരെ ഉത്തരാഖണ്ഡിലേക്ക് മാറ്റിയത്. മറ്റൊന്ന്, ഇന്നലെ വനിതാ ദിനമായിരുന്നു. വനിതാ ദിനത്തിൽ ആദിവാസി വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടിയെ മദ്യം നൽകി മയക്കി പീഡിപ്പിച്ച കേസിൽ ഒരു ആൾ അറസ്റ്റിലായിട്ടുണ്ട്. അവിടെയുള്ള ഒരു ഓട്ടോ ഡ്രൈവറാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത്. 2 പേർക്കായിട്ടുള്ള തെരച്ചിൽ ഊർജിതമായി നടക്കുന്നു എന്ന കാര്യം തൃശ്ശൂരിൽ നിന്ന് സൂരജ് സജിയും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്.
മറ്റൊരു വാർത്തയിലേക്ക്. BJP പ്രവേശനത്തിൽ മുൻപ് DGP ലോക്നാഥ് ബെഹ്റ ഇടപെട്ടിട്ടില്ലെന്ന് പത്മജ വേണുഗോപാൽ. തെളിവുകളുണ്ടെങ്കിൽ ഹാജരാക്കാൻ കോൺഗ്രസ് നേതാക്കളെ വെല്ലുവിളിച്ച് പത്മജ BJPയിലേക്ക് ക്ഷണിച്ചത് ഡൽഹിയിൽ നിന്ന് നേരിട്ടെന്നും പത്മജ വേണുഗോപാൽ പറഞ്ഞു. എനിക്ക് കേട്ടപ്പോൾ ചിരിയാണ് വന്നത്. കാരണം കോൺഗ്രസ്സുകാർ ഇപ്പോഴും ഒന്നും പഠിച്ചിട്ടില്ല എന്ന് എനിക്ക് ഒരു ആരോപണം പറയുമ്പോൾ കറക്റ്റ് തെളിവുകൾ പുറത്തു കൊണ്ടിട്ടെ. എനിക്ക് 100% അറിയാളല്ലാന്ന് അതുകൊണ്ട് ഒരു തെളിവുകൾ കൊണ്ടിട്ടെ. അപ്പം ഞാൻ അതിന് ഉത്തരം പറഞ്ഞോളാം. ആരൊക്കെയാന്ന് വേണമെങ്കിൽ ഞാൻ രഹസ്യമായിട്ട് വിളിച്ച് അവരോട് പറഞ്ഞു കൊടുക്കാം. എനിക്ക് ഇത്ര ബുദ്ധിമുട്ടുണ്ട് ആരാ എന്താന്നുള്ളത്. കാരണം എനിക്ക് ഇവിടുന്നേ അല്ല, ഞാൻ ഡൽഹിയിൽ നിന്നുള്ള ഒരു ഇതിലാണ് ഞാൻ പോയി ഇവരോട് സംസാരിച്ചത്. ബെഹ്റ അതിൽ കക്ഷിയേ അല്ല എന്നുള്ളത് ഞാൻ 100% ഞാൻ എൻ്റെ അച്ഛനെ തൊട്ട് പറയുന്നു അല്ല. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് എബിൻ ജോസ് ആണ് ചേരുന്നത്. എബിൻ, ഈ BJPയിലേക്കുള്ള മാറ്റത്തിൽ അതിൽ കേരളത്തിൽ നിന്ന് ആരുടെയും ഇടപെടലില്ല. ഡൽഹിയിൽ നിന്നുള്ള കേന്ദ്ര നേതൃത്വത്തിന്റെ ഇടപെടൽ പ്രകാരമാണ് താൻ പാർട്ടിയിലേക്ക് വന്നത്. പ്രത്യേകിച്ച് മുൻ DGP ലോക്നാഥ് ബെഹ്റ ഇക്കാര്യത്തിൽ ഇടപെട്ടുവെന്ന ഒരു ആരോപണമുണ്ടായിരുന്നു. അതിന് എന്തെങ്കിലും തെളിവുണ്ടെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുവരട്ടെ എന്നല്ലേ ഇപ്പോൾ പത്മജ വേണുഗോപാൽ പറയുന്നത്? ക്രിസ്റ്റീന, പത്മജ വേണുഗോപാലിൻ്റെ BJP പ്രവേശനത്തിന് പിന്നാലെ കോൺഗ്രസിലെ നേതാക്കൾ തന്നെയാണ് ഇതിന് പിന്നിൽ ഇടനിലയായി നിന്നത് ലോക്നാഥ് ബെഹ്റയാണെന്നുള്ള ആരോപണം ഉന്നയിച്ചത്. പ്രത്യേകിച്ച് KPCC പ്രസിഡന്റ് K സുധാകരനും പ്രതിപക്ഷ നേതാവ് VD സതീശനും അടക്കമുള്ള നേതാക്കൾ ഈ ആരോപണം ഇന്നലെയും ആവർത്തിക്കുകയുണ്ടായി. ഇന്നിപ്പോൾ KC വേണുഗോപാൽ അടക്കമുള്ള നേതാക്കളും ഈ ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ഇതിനിടയിലാണ് പത്മജ വേണുഗോപാലിൻ്റെ പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. ഇത്തരത്തിൽ ലോക്നാഥ് ബെഹ്റ അല്ല ഈ കാര്യത്തിൽ ഇടപെട്ടിട്ടുള്ളത്. ഏതെങ്കിലും തരത്തിൽ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ കോൺഗ്രസ് നേതാക്കൾ അതിൽ തെളിവ് ഹാജരാക്കട്ടെ, അപ്പോൾ മറുപടി പറയാം എന്നുള്ളതാണ് പത്മജ വേണുഗോപാൽ പറഞ്ഞത്. അതായത് ഈ കാര്യത്തിൽ ലോക്നാഥ് ബെഹ്റ ഇടപെട്ടിട്ടില്ല. താൻ BJPയിലേക്ക് എത്തിയത് അത് കൃത്യമായി ഡൽഹിയിൽ നിന്നുള്ള വിളിപ്രകാരമാണ്. ഡൽഹിയിൽ നിന്നുള്ള ഇടപെടൽ കാരണമാണ് താൻ BJPയിൽ എത്തിയതെന്നുള്ളതാണ് പത്മജ വേണുഗോപാൽ പറയുന്നത്. അതിൽ ഈ കാര്യത്തിൽ ലോക്നാഥ് ബെഹ്റ ഇടപെട്ടിട്ടുണ്ടെങ്കിൽ അതിന് കൃത്യമായി തെളിവുകൾ കാട്ടട്ടെ എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കളെ വെല്ലുവിളിച്ചുകൊണ്ട് പത്മജ വേണുഗോപാൽ പറഞ്ഞിരിക്കുന്നത്. ശരി, എബിൻ ജോസ് ആണ് കൊച്ചിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള BDJS സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. 2 മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളെയാണ് പ്രഖ്യാപിച്ചത്. മാവേലിക്കരയിൽ ബൈജു കലാശാലയും ചാലക്കുടിയിൽ K ഉണ്ണികൃഷ്ണനും മത്സരിക്കും. ഇന്നലെ ഞങ്ങളുടെ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് ഉണ്ടായിരുന്നു. അതിൽ വെച്ച് 2 നിയോജകമണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചിട്ടുണ്ട്. ഇന്ന് 2 നിയോജകമണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെയും 2 ദിവസത്തിനുള്ളിൽ തന്നെ മറ്റ് 2 നിയോജകമണ്ഡല സ്ഥാനാർത്ഥികളെയും പ്രഖ്യാപിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നലെ കൂടിയിട്ടുള്ള സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് തീരുമാനിച്ചത്. ഇന്ന് പ്രഖ്യാപിക്കുന്നത് മാവേലിക്കര നിയോജകമണ്ഡലത്തിൽ ബൈജു കലാശാലയാണ് മത്സരിക്കുന്നത്. 2 ചാലക്കുടി നിയോജകമണ്ഡലത്തിൽ K ഉണ്ണികൃഷ്ണനാണ്. വിശദാംശങ്ങളുമായി കോട്ടയത്ത് നിന്ന് ടോബി ജോൺസൺ ചേരുന്നു. ടോബി, എന്തായാലും 2 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ഇനി 2 പേരെ 2 ദിവസത്തിനുള്ളിൽ പ്രഖ്യാപിക്കുമെന്നാണല്ലോ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. സ്റ്റേറ്റ് എക്സിക്യൂട്ടീവിന്റെ മറ്റ് തീരുമാനങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായിട്ടും 2 സീറ്റുകളിൽ, മൊത്തമുള്ള 4 സീറ്റിൽ 2 സീറ്റുകളിലാണ് ഇപ്പോൾ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നിരിക്കുന്നത്. മാവേലിക്കരയും അതുപോലെ തന്നെ ചാലക്കുടിയും. ഈ 2 സീറ്റുകളിലാണ് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നിട്ടുള്ളത്. പ്രധാനമായും കോട്ടയം, ഇടുക്കി 2 സീറ്റുകളിൽ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കോട്ടയം സീറ്റാണ്. തുഷാർ വെള്ളാപ്പള്ളി അവിടെ മത്സരിക്കുമെന്നുള്ള ഏകദേശം വ്യക്തത വന്നിട്ടുണ്ട്. എന്തായിരുന്നാലും ആ 2 സീറ്റുകളിൽ, കോട്ടയം, ഇടുക്കി സീറ്റുകളിൽ ഇപ്പോൾ പ്രഖ്യാപനം വന്നിട്ടില്ല. അതിന് പറയുന്ന ഒരു കാരണമായി പറയുന്നത് ഇനിയും മതമേലധ്യക്ഷന്മാരെ അടക്കം കാണേണ്ട ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിലേക്ക് ഒരു തീരുമാനമായതിനു ശേഷം കൂടുതൽ ചർച്ചകൾ നടത്തേണ്ട ഒരു സാഹചര്യമുണ്ട്. അതും കൂടി കഴിഞ്ഞ ശേഷം മാത്രമേ ഈ 2 സീറ്റുകളിൽ പ്രഖ്യാപനം ഉണ്ടാവുകയുള്ളൂ എന്നാണ് തുഷാർ വെള്ളാപ്പള്ളി പറഞ്ഞിരിക്കുന്നത്. ഇന്നലെ കണിച്ചുകുളങ്ങരയിൽ ചേർന്ന സംസ്ഥാന എക്സിക്യൂട്ടീവിലാണ് ഇത്തരത്തിൽ 2 ഘട്ടമായി സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചാൽ മതി എന്നുള്ളൊരു തീരുമാനം കൈക്കൊണ്ടത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ആദ്യഘട്ടത്തിൽ മാവേലിക്കരയും ചാലക്കുടിയും സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടായത്. ഇനി 2 ദിവസത്തിനുള്ളിൽ തന്നെ കോട്ടയത്തും അതുപോലെ തന്നെ ഇടുക്കിയിലുമുള്ള സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
വരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് കോട്ടയം സീറ്റാണ്. കോട്ടയം സീറ്റിൽ തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുമോ എന്ന് അദ്ദേഹത്തോട് നമ്മൾ ചോദിച്ചിരുന്നു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് പോസിറ്റീവായിട്ടുള്ളൊരു മറുപടിയാണ്. BJP നേതാക്കളടക്കം തന്നോട് മത്സരിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അക്കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിൽ ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനമുണ്ടാകും. 2 ദിവസത്തിനുള്ളിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഈ 2 സീറ്റുകളിൽ കൂടി ഉണ്ടാകുമെന്നാണ് തുഷാർ വെള്ളാപ്പള്ളി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ശരി, BDJSന്റെ മാവേലിക്കര, ചാലക്കുടി മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥികളുടെ പ്രഖ്യാപനം നടന്നു. ഇനി 2 മണ്ഡലങ്ങളിലേക്കുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനം 2 ദിവസത്തിനകം നടക്കും. അതിൽ കോട്ടയത്ത് നിന്ന് തുഷാർ വെള്ളാപ്പള്ളി മത്സരിക്കുമോ എന്ന കാര്യവും ഉറ്റുനോക്കുകയാണ് നേതൃത്വം. വിശദാംശങ്ങൾ നൽകിയത് ടോബി ജോൺസനാണ് കോട്ടയത്ത് നിന്ന്. കമൽഹാസന്റെ മക്കൾ നീതി മയ്യം DMK സഖ്യത്തിൽ ഒരു രാജ്യസഭാ സീറ്റ് MNMന് നൽകാൻ ധാരണയായി. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ലെന്നും DMK സഖ്യത്തിന് പൂർണ്ണ പിന്തുണ നൽകുമെന്നും കമൽഹാസൻ പറഞ്ഞു. വിവരങ്ങളുമായി മനേഷ് മൂർത്തിയാണ് ചേരുന്നത് ചെന്നൈയിൽ നിന്ന്. മനേഷ്, ഈ ഒരു സഖ്യ സാധ്യതയ്ക്ക് ശേഷം കമൽഹാസൻ എന്താണ് പറയുന്നത്? എന്തായാലും പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നില്ല, എന്നാൽ രാജ്യസഭയിൽ ഒരു സീറ്റ് നൽകുമെന്ന ധാരണയുണ്ടായിട്ടുണ്ട്. അപ്പോൾ തന്നെ ഈ ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ DMKയുടെ ഒരു താരപ്രചാരകനായി കമൽഹാസൻ ഉണ്ടാകുമോ? കൃഷ്ണ, ആ രീതിയിൽ തന്നെയാണ് കമൽഹാസന്റെ പ്രതികരണം. അതായത് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഈ ചർച്ചകൾ നടക്കുന്നുണ്ട്. DMKയുടെ ആസ്ഥാനമായ അണ്ണാറിവാലയം കേന്ദ്രീകരിച്ച് ഈ ചർച്ചകൾ കഴിഞ്ഞ ദിവസങ്ങളിലായി നടക്കുന്നുണ്ട്. പക്ഷേ കോയമ്പത്തൂർ സീറ്റ് നൽകുമെന്നുള്ളതായിരുന്നു ആദ്യഘട്ടത്തിൽ പുറത്തു വന്നിരുന്ന വിവരം. കാരണം കോയമ്പത്തൂർ സീറ്റിലാണ് കഴിഞ്ഞ തവണ കമൽഹാസൻ ഒറ്റയ്ക്ക് മത്സരിക്കുകയും വലിയ തോതിൽ വോട്ട് നേടുകയും ഒക്കെ ചെയ്ത ഒരു മണ്ഡലമെന്ന് പറയുന്നത് കോയമ്പത്തൂരാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ആ ഒരു മണ്ഡലമായിരിക്കും MNMന് നൽകുക എന്നുള്ളതായിരുന്നു ലഭിച്ചിരുന്ന സൂചനകൾ. പക്ഷേ അവിടെ സീറ്റ് നൽകുമ്പോൾ, കോയമ്പത്തൂർ സീറ്റ് മക്കൾ നീതി മയ്യത്തിന് നൽകുമ്പോൾ ഉണ്ടാകാവുന്ന ഒരു പ്രശ്നം CPM മത്സരിക്കുന്ന സീറ്റാണ്. അപ്പോൾ CPMന് നിലവിൽ 2 സീറ്റുകൾ നൽകിയിട്ടുണ്ട്. പക്ഷേ അത് കോയമ്പത്തൂർ ആയിരിക്കില്ല എന്നുള്ളത് നേരത്തെ പറഞ്ഞിരുന്നു. അങ്ങനെയെങ്കിൽ അത് MNMന് നൽകുമെന്നായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ ആ ഒരു ധാരണ, അതായത് CPMുമായുള്ള ഒരു ധാരണ, ആ ഒരു ധാരണയുടെ അടിസ്ഥാനത്തിൽ തന്നെ മിക്കവാറും കോയമ്പത്തൂർ സീറ്റ് അവർക്ക് നൽകുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് ഈ ഒരു വാർത്ത പുറത്തു വരുമ്പോൾ, അല്ലെങ്കിൽ രാജ്യസഭാ സീറ്റാണ് മക്കൾ നീതി മയ്യത്തിന് നൽകുന്നത് എന്ന വാർത്ത പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ആ ഒരു സഖ്യത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി തന്നെയായിരിക്കണം ഈ രീതിയിലുള്ള ഒരു തീരുമാനത്തിലേക്ക് DMK എത്തിയതെന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. എന്തായാലും രാജ്യസഭാ സീറ്റിൽ 2025 ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റ് മക്കൾ നീതി മയ്യത്തിന് നൽകുമെന്നുള്ളതാണ് DMK പറയുന്നത്. മാത്രമല്ല ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നുമില്ല എന്ന് കമൽഹാസൻ പറയുകയും ചെയ്യുന്നു. എന്തായാലും കമൽഹാസൻ പറഞ്ഞ മറ്റൊരു കാര്യം, തമിഴ്നാട്ടിലും അതുപോലെ തന്നെ പുതുച്ചേരിയിലുമുള്ള ലോക്സഭാ മണ്ഡലങ്ങളിൽ താരപ്രചാരകനായി DMKക്ക് വേണ്ടി, അല്ലെങ്കിൽ DMK സഖ്യത്തിലെ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി എല്ലാ മണ്ഡലങ്ങളിലും താരപ്രചാരകനായി എത്തും എന്ന് തന്നെയാണ് പറയുന്നത്. മാത്രമല്ല ഇപ്പോൾ നിലവിൽ തന്നെ DMKയുടെ സഖ്യത്തിലുള്ള സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി മക്കൾ നീതി മയ്യത്തിന്റെ പ്രവർത്തകർ രംഗത്തുണ്ട്. അത് കുറച്ചുകൂടി സജീവമാക്കും. മാത്രമല്ല എല്ലാ മണ്ഡലങ്ങളിലും താൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ, മക്കൾ നീതി മയ്യത്തിന്റെ ആളുകൾ എല്ലാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളും ഉണ്ടാകുമെന്നും പറയുന്നു. എന്തായാലും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഈ ചർച്ചകൾ ഉണ്ടായിരുന്നു. എന്തായാലും മക്കൾ നീതി മയ്യം ഇപ്പോൾ DMK സഖ്യത്തിനൊപ്പം എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ക്രിസ്റ്റീന. ശരി, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മക്കൾ നീതി മയ്യം DMK സഖ്യത്തിനൊപ്പം പ്രവർത്തിക്കും. അതുപോലെ തന്നെ അവരുടെ പ്രചാരണത്തിലൊക്കെ സജീവമായി ഒരു സ്റ്റാർ ക്യാമ്പയിനറായി കമൽഹാസൻ ഉണ്ടാകുമെന്ന വിവരമാണ് മനേഷ് മൂർത്തി ചെന്നൈയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. ഇസ്രായേലിൽ മിസൈൽ ആക്രമണത്തിൽ മരിച്ച കൊല്ലം സ്വദേശി നിബിൻ മാക്സ്വെല്ലിന്റെ സംസ്കാരം അല്പസമയത്തിനകം വാടിപ്പള്ളിയിൽ നടക്കും. നിബിൻ മാക്സ്വെല്ലിന്റെ വീട്ടിലെത്തിയ ഇസ്രായേൽ കോൺസുലേറ്റ് ജനറൽ ടാമിൻ ബഹൈം കുടുംബത്തിന് എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്തു. Yes, of course he was in Israel. He was with us, and he was tragically killed because he was in Israel. So, of course, we will be there with the family, in their time of grief. And, I came here with my team to express this and say this and share this sorrow with them. But we will also be there to help his family, his young wife, his daughter. Of course, we are going to now follow and be there and see any assistance and all assistance we can give. We will make sure it gets to his family. വിവരങ്ങളുമായി കൊല്ലത്ത് നിന്ന് അരുൺരാജാണ് ചേരുന്നത്. അരുൺരാജ്, അവിടെ നിന്നുള്ള വിവരങ്ങൾ എന്താണ്? അല്പസമയത്തിനകം സംസ്കാരം നടക്കുമല്ലോ. ഒപ്പം തന്നെ ഇസ്രായേൽ ഗവൺമെന്റും കുടുംബത്തിനോട് അനുഭാവം പ്രഖ്യാപിച്ച് കോൺസുലേറ്റ് ജനറലിനെ തന്നെ അവിടത്തേക്ക് അയച്ചിട്ടുണ്ടല്ലോ.
തീർച്ചയായും ക്രിസ്റ്റീന, ഇസ്രായേലിൽ ഹിസ്ബുളിൻ്റെ മിസൈൽ ആക്രമണത്തിൽ മരണപ്പെട്ട നിബിൻ്റെ മൃതശരീരം അല്പസമയത്തിന് മുമ്പാണ് വീട്ടിലെത്തിച്ചത്. ഈ വീട്ടിലെത്തിയ ഘട്ടത്തിലാണ് ഇസ്രായേൽ കോൺസുലേറ്റ് ജനറൽ ടാമിംഗ് ബെൻഹൈം ഈ വീട്ടിലെത്തുകയും ഈ ബന്ധുക്കളുമായി ഈ വിഷമത്തിൽ പങ്കുചേരുകയും ചെയ്തത്. തുടർന്ന് ഈ കുടുംബത്തിന് എല്ലാവിധ സഹായവും ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്ന കാര്യം അവർ വ്യക്തമാക്കുകയും ചെയ്തു. ഇക്കാര്യത്തിൽ ഇസ്രായേൽ ഗവൺമെൻറ്റുമായി സംസാരിച്ചിട്ടുണ്ട്. പ്രാഥമികമായി എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞു. കുടുംബത്തിന് ആവശ്യമുള്ള എല്ലാ സഹായങ്ങളും വരും ദിവസങ്ങളിലും ഇസ്രായേൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും എന്നുള്ളതാണ് ഇസ്രായേൽ കോൺസുലേറ്റ് ജനറൽ വ്യക്തമാക്കിയത്. സഹോദരനുമായും പിതാവുമായും ഇസ്രായേൽ കോൺസുലേറ്റ് ജനറൽ ഏറെ നേരം സംസാരിക്കുകയും ഇക്കാര്യത്തിൽ ഇസ്രായേൽ ഗവൺമെന്റിന്റെ നയം, അവരുടെ കാഴ്ചപ്പാടടക്കം വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇക്കാര്യത്തിൽ തുടർന്നുള്ള സമീപനം ഏത് തരത്തിൽ വേണം എന്നുള്ള കാര്യത്തിലും സഹോദരന്റെ ജോലി അടക്കമുള്ള കാര്യങ്ങളിലും കൃത്യമായി ഇസ്രായേൽ ഗവൺമെന്റ് സഹായം ഉണ്ടാകുമെന്നാണ് അവർ വ്യക്തമാക്കിയത്. എന്തായാലും നിബിന്റെ മൃതദേഹം ഇപ്പോൾ പള്ളിയിലാണ്. അല്പസമയത്തിനകം തന്നെ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുകയും ചെയ്യും. പ്രാർത്ഥനായോഗം ശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. ശരി, ആർ അരുൺരാജാണ് കൊല്ലത്ത് നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. UDF സ്ഥാനാർത്ഥി നിർണയത്തിൽ അതൃപ്തി പരസ്യമാക്കി AICC വക്താവ് ഷമാ മുഹമ്മദ്. വനിതകൾക്കും ന്യൂനപക്ഷങ്ങൾക്കും മതിയായ പരിഗണന ലഭിച്ചിട്ടില്ലെന്നാണ് പരാതി. വടകരയിൽ വടക്കൻ മലബാർ മേഖലയിലെ ന്യൂനപക്ഷക്കാരെ പരിഗണിക്കാമായിരുന്നുവെന്നും ഷമാ മുഹമ്മദ് പറഞ്ഞു. എനിക്കെന്താ സങ്കടം എന്ന് പറഞ്ഞാൽ എൻ്റെ നേതാവ് രാഹുൽ ജി പറഞ്ഞിരിക്കുക കഴിഞ്ഞ മഹിളാ കോൺഗ്രസ് പ്രോഗ്രാം കൊച്ചിയിൽ നിന്ന് 10 കൊല്ലത്തിൻ്റെ ഉള്ളിൽ 50% സ്ത്രീ മുഖ്യമന്ത്രി ആയിരിക്കണം. സ്ത്രീകൾ സ്റ്റേജുമിലില്ല, സ്ത്രീകൾ താഴ്ത്തിരിക്കുക, അവർ സ്റ്റേജുമിലിരിക്കണം. സ്ത്രീകൾക്ക് നിങ്ങൾ പ്രതിനിധി കൊടുക്കണം. അല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾക്ക് 2 എണ്ണമായിരുന്നു. പക്ഷേ സ്ത്രീ സംവരണത്തിൻ്റെ ശേഷം വന്നതിൻ്റെ ബില്ല് പാസ് ചെയ്തതിൻ്റെ ശേഷം ഒരാളേ ഉള്ളൂ. അതാണ് ഏറ്റവും വലിയ സങ്കടം കേരളത്തിൽ. യെസ്, പട്ടികയിൽ 15% പറഞ്ഞു. മലബാർ ഏരിയയിൽ ഒരു ന്യൂനപക്ഷത്തിനോട് വേറെ പാർട്ടി ഉണ്ടല്ലോ, അവിടെ ആ പാർട്ടി ഉണ്ടല്ലോ, അവിടുത്തെ സ്ഥാനാർത്ഥി ഉണ്ട്, അത് ശരിയല്ല. ഇവിടെയും ന്യൂനപക്ഷം വളരണം, ഇവിടെയും അവർക്ക് സ്ഥാനം കൊടുക്കണം. വിശദാംശങ്ങളുമായി സജോ ദേവസി ചേരുകയാണ് കണ്ണൂരിൽ നിന്ന്. സജോ, ഈ ഷമാ മുഹമ്മദിന്റെ ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു പ്രതികരണം എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് ഉണ്ടാകുന്നതെന്ന്. വനിതകൾക്ക് പ്രാതിനിധ്യം വേണ്ടത്ര ലഭിച്ചില്ല. ഈ പറയുന്നത് പോലെ 50% ഒക്കെ രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു. അപ്പോൾ ഈ 20 സീറ്റുള്ള കേരളത്തിൽ 10 സീറ്റുകളിലെങ്കിലും വനിതകൾ വരുമെന്ന പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നോ എന്ന് സംശയം തോന്നുന്ന രീതിയിലാണ് ഷമാ മുഹമ്മദിന്റെ പ്രതികരണം. ഒപ്പം തന്നെ ഒരു സ്ഥാനാർത്ഥി മോഹം ഉണ്ടായിരുന്നു എന്ന ഒരു സൂചന കൂടി നൽകുന്നുണ്ടോ? ക്രിസ്റ്റീന, AICC വക്താവാണ് ഷമാ മുഹമ്മദ്. അവർ ഡൽഹി കേന്ദ്രീകരിച്ചൊപ്പം കഴിഞ്ഞ കുറേ കാലമായി കേരളത്തിലും പ്രത്യേകിച്ച് കണ്ണൂർ കേന്ദ്രീകരിച്ചും അവർ പ്രവർത്തിക്കുന്നുണ്ട്. സ്ഥാനാർത്ഥി മോഹം അവർക്കുണ്ടായിരുന്നു താനും. പക്ഷേ ഇക്കാര്യത്തിൽ അവർ പറയുന്നത് വനിതാ പ്രാതിനിധ്യം വലിയ തോതിൽ കുറഞ്ഞുപോയി. രാഹുൽ ഗാന്ധി അടക്കം പ്രഖ്യാപിത നിലപാടായി വനിതകൾക്ക് കൂടുതൽ പ്രാതിനിധ്യം നൽകുന്ന കാര്യം ചർച്ച ചെയ്യപ്പെട്ടു. പക്ഷേ കേരളത്തിലെ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നപ്പോൾ കഴിഞ്ഞ തവണ 2 പേർക്ക് പ്രാതിനിധ്യം ലഭിച്ചു. ഇത്തവണ അത് 1 ആയി കുറഞ്ഞു. എന്ന് മാത്രമല്ല, വടകരയിൽ പാലക്കാട് നിന്നുള്ള MLA കൊണ്ടുവന്നാണ് മത്സരിപ്പിക്കുന്നത്. സമീപ ജില്ലകളിലെയോ അല്ലെങ്കിൽ കോഴിക്കോടെയോ അതല്ലെങ്കിൽ ആ മണ്ഡലം ഉൾപ്പെടുന്ന മേഖലകളിലെ, പ്രത്യേകിച്ച് കണ്ണൂരിൻ്റെയും കോഴിക്കോടിൻ്റെയും വിവിധ പ്രദേശങ്ങളാണ് വടകര മണ്ഡലത്തിൽ ഉൾപ്പെടുന്നത്. അങ്ങനെ വരുമ്പോൾ അവിടെയും പരിഗണിക്കാമായിരുന്നു. ഒപ്പം മലബാറിലെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് ലീഗിൻ്റെ സാന്നിധ്യം ഘടകകക്ഷിയായി ഉള്ളതുകൊണ്ട് എന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. അവിടെ ന്യൂനപക്ഷ പ്രാതിനിധ്യം സ്വാഭാവികമായും വരും. അപ്പോൾ കോൺഗ്രസ് പലപ്പോഴും ന്യൂനപക്ഷ വിഭാഗങ്ങളെ പ്രത്യേകിച്ച് മലബാറിൽ നിന്ന് പരിഗണിക്കാത്ത ഒരു സാഹചര്യമുണ്ട്. അതിനും മാറ്റം ഉണ്ടാകണം. കോൺഗ്രസിനും ന്യൂനപക്ഷ പ്രാതിനിധ്യം കൃത്യമായി ഉണ്ടാകേണ്ടതാണ്. ഇത് പക്ഷേ പലപ്പോഴും ഉണ്ടാകാറില്ല. അവർക്ക് സ്വന്തം സ്ഥാനാർത്ഥി മോഹം തുറന്നു പറയുന്നില്ല എങ്കിൽ കൂടിയും ഇക്കാര്യത്തിൽ പട്ടികയിൽ വനിതകൾക്ക് കൂടുതൽ പ്രാതിനിധ്യവും അവസരവും ഉണ്ടാകേണ്ടതായിരുന്നു. അങ്ങനെ ഒരു പലപ്പോഴും അതെല്ലാം ചർച്ചകളിലും പ്രഖ്യാപനങ്ങളിലും മാത്രമേ ഉള്ളൂ. രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശമടക്കം നടപ്പാക്കുന്നതിനോ ചർച്ച ചെയ്യുന്നതിനോ കേരളത്തിലടക്കം KPCCകൾക്ക് അല്ലെങ്കിൽ PCCകൾക്ക് കഴിയാതെ പോകുന്നുണ്ട് എന്ന വിമർശനമാണ് അവർ തുറന്നു പറയുന്നത്. പലപ്പോഴും പരിഗണനാ പട്ടികയിൽ പോലും ഉൾപ്പെടാൻ ഷമാ മുഹമ്മദിന് കഴിഞ്ഞിരുന്നില്ല മലബാറിലെ അടക്കം. കാരണം കണ്ണൂരിൽ ഒഴിവരുമെന്ന ചർച്ചകളൊക്കെ നടന്നപ്പോൾ പോലും പരിഗണനാ പട്ടികയിൽ അടക്കം ഉണ്ടായിരുന്നില്ല. വടകരയിൽ പ്രത്യേക സാഹചര്യം ഉണ്ടായപ്പോൾ പോലും അവിടെയും ഏതെങ്കിലും നിലയ്ക്ക് മലബാറിൽ നിന്നുള്ള ആളുകളെയും പരിഗണിക്കുന്ന സാഹചര്യം ഉണ്ടായില്ല. കോൺഗ്രസിൽ ന്യൂനപക്ഷ വിഭാഗങ്ങൾ പ്രവർത്തിക്കുന്നത് പ്രാതിനിധ്യം ലഭ്യമാകുന്നതിന് വേണ്ടി തന്നെയാണ്. ഘടകകക്ഷികൾ ഉണ്ടെങ്കിൽ ഘടകകക്ഷികൾ പ്രാതിനിധ്യം നൽകുന്നു, അങ്ങനെയെങ്കിൽ കോൺഗ്രസിൽ പ്രവർത്തിക്കേണ്ടതില്ലല്ലോ, ആ പാർട്ടിയിൽ പോയാൽ പോരെ എന്നുകൂടി അവർ ചോദിക്കുന്നുണ്ട്. അതായത് അവരുടെ അതൃപ്തിയും അസംതൃപ്തിയും മോഹഭംഗവും ഒക്കെ അവർ തുറന്ന് പ്രകടിപ്പിക്കുകയാണ്. ക്രിസ്റ്റീന, തൃശൂരിൽ ആദിവാസി ബാലികയെ മദ്യം നൽകി കൂട്ടബലാത്സംഗം ചെയ്ത കേസിൽ ഒരാൾ പിടിയിൽ. തവളക്കുഴിപ്പാറ കോളനിയിലെ ഷിജുവാണ് കസ്റ്റഡിയിലായത്. മറ്റു 2 പേർക്കായി അന്വേഷണം തുടരുകയാണ്. ഇന്നലെയാണ് കുട്ടി പീഡനത്തിനിരയായത്. വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന് ചേരുന്നത് സൂരജ് സജിയാണ്. സൂരജ്, വനിതാ ദിനത്തിൽ ഒരു പെൺകുട്ടിക്ക് നേരെ നടന്ന അക്രമം, ഇന്നലെ അതിലൊരു പ്രതി പിടിയിലായിരിക്കുന്നു. ഇനി 2 പേരെ കൂടി പിടികിട്ടാനുണ്ട്. ഏത് രീതിയിലാണ് തെരച്ചിൽ തുടരുന്നത്?
കൃഷ്ണൻ എന്തായാലും ഈ ഇപ്പോൾ പിടിയിലായ പ്രതിയിൽ ഊന്നിക്കൊണ്ടാണ്, പ്രതിയുടെ മൊഴിയെടുത്തുകൊണ്ടാണ് ഇപ്പോൾ മറ്റ് രണ്ടുപേരെ കണ്ടെത്താനുള്ള ഒരു ശ്രമം പോലീസ് നടത്തുന്നത്. വനിതാ ദിനത്തിലാണ് ഇത്തരത്തിൽ ഈ അതിരപ്പള്ളി ആദിവാസി ഊരിലെ പെൺകുട്ടി പീഡനത്തിന് ഇരയാകുന്നത്. ഈ ഇവരുടെ ഊരിന് സമീപത്ത് ഒരു പാറയുണ്ടായിരുന്നു. ഈ പാറക്കെട്ടിലാണ് 3 പ്രതികളും നിന്നിരുന്നത്. ഈ പാറയുടെ അടുത്ത് കുട്ടി ഉണ്ടായിരുന്നു. ആ സമയത്ത് കുട്ടിയെ വിളിച്ചു വരുത്തി നിർബന്ധിച്ച് മദ്യം നൽകിയ ശേഷം പീഡിപ്പിക്കുകയായിരുന്നു എന്നുള്ളതാണ് പരാതിയിൽ പറയുന്നത്. പിന്നീട് ഈ കുട്ടിയെ ഏറെ നേരത്തിന് ശേഷം കാണാതായതോടുകൂടി വീട്ടുകാരും അതുപോലെ തന്നെ പ്രദേശവാസികളും എല്ലാം തിരച്ചിൽ നടത്തുകയായിരുന്നു. ആ സമയത്താണ് ഈ കുട്ടിയെ വിവസ്ത്രയായി ഈ പാറപ്പുറത്ത് കണ്ടെത്തുന്നത്. പിന്നീട് മലക്കപ്പാറ പോലീസിനെ വിവരമറിയിക്കുകയും പോലീസ് എത്തിയാണ് ആംബുലൻസ് വിളിച്ചു വരുത്തി ഈ കുട്ടിയെ പിന്നീട് ചാലക്കുടി താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റുന്നത്. കുട്ടി തീരെ അവശ നിലയിലായിരുന്നു. എന്തായാലും കുട്ടിയുടെ ആരോഗ്യനില വീണ്ടെടുത്തിട്ടുണ്ട്. പിന്നീട് കുട്ടിയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. ആ മൊഴിയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് ഇപ്പോൾ ഈ തവളക്കുഴിപ്പാറ സ്വദേശിയായിട്ട് ഊരുവാസിയായിട്ടുള്ള ഓട്ടോ ഡ്രൈവർ കൂടിയായ ഷിജുവിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു. കുട്ടിയുടെ മൊഴി പ്രകാരം ഈ ഷിജുവിനെ മാത്രമാണ് നേരത്തെ മുൻപരിചയമുള്ളൂ എന്നാണ് കുട്ടി പറയുന്നത്. ഈ ഷിജു വിളിച്ചത് പ്രകാരം അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. പക്ഷെ ആ സമയത്ത് ഇവർ ബലാത്കാരമായി മദ്യം നൽകി പീഡിപ്പിക്കുകയായിരുന്നു എന്നുള്ളതാണ് കുട്ടിയുടെ മൊഴി. എന്തായാലും ബാക്കി 2 പേരെ കണ്ടെത്തുന്നതിനുള്ള അന്വേഷണം പോലീസ് ഊർജിതമായി നടത്തുകയാണ്. ക്രിസ്റ്റീന. ശരി, തൃശ്ശൂരിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത് സൂരജ് സജിയാണ്. കേരള സർവകലാശാല യുവജനോത്സവത്തിലെ കോഴ ആരോപണത്തിൽ കസ്റ്റഡിയിലെടുത്ത 3 വിധികർത്താക്കളുടെയും അറസ്റ്റ് രേഖപ്പെടുത്തി. സർവകലാശാല യൂണിയന്റെ പരാതിയിലാണ് കന്റോൺമെന്റ് പോലീസിന്റെ നടപടി. കോഴ ആരോപണത്തിന് പിന്നാലെ നിർത്തിവെച്ച കലോത്സവം പുനരാരംഭിച്ചു. എല്ലാ തെളിവുകളും പോലീസിന് കൈമാറിയെന്ന് യൂണിവേഴ്സിറ്റി കോളേജ് യൂണിയൻ ചെയർമാൻ വിജയ് പറഞ്ഞു. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഹരികൃഷ്ണൻ ചേരുകയാണ്. ഹരികൃഷ്ണൻ, ഇവരെ 3 പേരെയും കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇപ്പോൾ അറസ്റ്റ് രേഖപ്പെടുത്തിയെന്നാണ് മനസ്സിലാക്കുന്നത്. അതേപോലെ തന്നെ ഇതിനൊക്കെ വിശദമായ തെളിവുകൾ ഉണ്ടെന്നാണല്ലോ കോളേജ് യൂണിയൻ ചെയർമാൻ പറയുന്നത്. പക്ഷേ വിധികർത്താക്കൾ പറയുന്നത് തങ്ങളെ കുടുക്കിയതാണെന്നും. കൃഷ്ണ, അങ്ങനെ തന്നെയാണ്. അതായത് ഈ തിരുവനന്തപുരത്ത് നടക്കുന്ന കേരള യൂണിവേഴ്സിറ്റി കലോത്സവത്തിൽ ഈ വിധികർത്താക്കൾ കോഴ വാങ്ങിയെന്ന ആരോപണത്തിൽ ഈ അറസ്റ്റ് നടപടി എടുക്കുകയാണ് പോലീസ്. ഈ കൈക്കൂലി വാങ്ങിയെന്ന പരാതിയിൽ 3 വിധികർത്താക്കളെയാണ് കന്റോൺമെന്റ് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ അപ്പീൽ കമ്മിറ്റിയുടെ യോഗത്തിന് ശേഷമാണ് ഈ 3 പേരെ അറസ്റ്റ് ചെയ്തത്. വിധികർത്താക്കളായ, അതായത് ഇന്നലെ നടന്ന മാർഗം കളിയുടെ വിധികർത്താക്കളായ ഷാജി, സിബിൻ, ജോവറ്റ് എന്നീ വിധികർത്താക്കളെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഈ കേരള യൂണിവേഴ്സിറ്റി ചെയർമാന്റെ പരാതിയിന്മേലാണ് പോലീസ് ഇത്തരമൊരു നടപടി നേരിട്ടിരിക്കുന്നത്. കലോത്സവത്തിൽ കൈക്കൂലി വാങ്ങി ചിലർക്ക് അനുകൂലമായി മത്സരങ്ങളിലെ വിധി നിർണയം നടത്തിയെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം. ഇത് സംബന്ധിച്ച് ഇന്ന് രാവിലെ ഒരു സംഘർഷ സാധ്യത കൂടി ഇവിടെ ഉണ്ടായിരുന്നു. അതിന്റെ സാഹചര്യത്തിൽ ഈ കലോത്സവം താൽക്കാലികമായി നിർത്തിവെക്കുകയും ചെയ്തു. പിന്നീട് ഈ പോലീസ് ഇത്തരത്തിലൊരു നടപടി സ്വീകരിച്ചതിന് ശേഷം വീണ്ടും ഈ കലോത്സവം പുനരാരംഭിക്കുകയാണ്. ഈ 4 മണിയോടുകൂടി തന്നെ എല്ലാ മത്സരങ്ങളും, ഇപ്പോൾ രചനാ മത്സരങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. ഈ 4 മണിയോടുകൂടി വേദിയിലുള്ള മത്സരങ്ങൾ കൂടി തുടങ്ങുമെന്നാണ് ഈ സംഘാടക സമിതി നമ്മളോട് അറിയിക്കുന്നത്. എന്തായാലും തുടർ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് പോലീസ്. ക്രിസ്റ്റീന.